ഗൈസ് അപ്പോൾ നമസ്കാരം, ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു ഹായ് ഗൈസ്. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ഞങ്ങളിപ്പോൾ ഒരു ട്രിപ്പ് പിടിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഒരു തോന്നൽ, വയനാട് പെട്ടെന്നല്ല, കുറേ നാളായുള്ള തോന്നലാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ പോകുന്നതിനെക്കാട്ടിലും മുന്നേ ഒരാൾ പൂജ ചെയ്യുവാണ് ഗൈസ്. ഇത് കണ്ടോ? ഓ, മോഹൻലാലിന്റെ വലിയൊരു ഫാനാണ്. ഒടിയൻ മൂവി കണ്ടിട്ടില്ല ഗൈസ്, അതുപോലെ ഒടി വെക്കാൻ പോവാണ്. ലോങ് യാത്രയ്ക്ക് വേണ്ടി ഇതുപോലെ ഒടി വെക്കുന്ന നല്ലതാണെന്ന് എന്തോ വായിച്ചപ്പം എന്തോ കണ്ടോ, വണ്ണം കുറയുന്ന കേട്ട് ഇങ്ങനെ ആവി പിടിച്ച, അതിന് വേണ്ടി ദിവസം 3 പേര് ആവി പിടിക്കുന്നത്. എന്തായാലും കുറയുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ട്രിപ്പ് പോകുന്ന പ്ലാൻ ഇട്ട ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ല. ഇന്ന് ട്രിപ്പ് പോകാൻ വേണ്ടി തുടങ്ങുന്നതിന് മുന്നേ വൈകുന്നേരം ആയപ്പോൾ മുടിഞ്ഞ പനി. നമുക്കൊരു 11:30 ആകുമ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം, എന്നാലേ നമ്മൾ രാവിലെ ഇവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ പനി ഒന്ന് മാറ്റണം. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആവി പിടിക്കണം എനിക്ക്. അതേപോലെ അലോപ്പതി കണ്ടിട്ടുണ്ട്, ഫിലോപ്പതി കണ്ടിട്ടുണ്ട്, ആയുർവേദം കണ്ടിട്ടുണ്ട്. ഇത് പുതിയൊരു പതിയാണ്. ഇതുവരെ പനി മാറ്റാൻ പോവുകയാണ് നമ്മുടെ കൊച്ച്. എൻ്റെ പേര് സുജിത് മാത്യു, 21 വയസ്സ്, പത്തനംതിട്ട ജില്ല കലഞ്ഞൂരിൽ നിന്ന് വരുന്നു. 2 പെണ്ണുകെട്ടി 2 കൊച്ചുണ്ട്. ഇവന്റെ ഫ്രണ്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ കരിയറായി പോകുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പറയുകയാണെങ്കിൽ, ഇവന് പാട്ട് പഠിക്കാനായിട്ട് എൻ്റെ അടുത്താണ് വന്നത്. പണ്ട് ഇവന് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവിടുത്തെ പപ്പയും അമ്മയും കൂടി എന്നെ ഇതുപോലെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പൊ ഞാനാണ് ഇവന് ആദ്യമായിട്ട് എനിക്ക് 26 വയസ്സ്, അവന് 21, തന്തേക്കാളും ഞങ്ങൾ ചൂടും കാര്യങ്ങളൊക്കെ പിടിച്ചു. ഇനി ഞങ്ങൾ റെഡി ആവുന്ന കാണിക്കാം. അങ്ങനെ ഇങ്ങനെ ഫുള്ള് കാണിച്ച് വെറുപ്പിക്കുന്നില്ല. ഇനി ഓരോ ട്രാൻസിഷൻ പോലെ ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അപ്പം അടുത്ത ഒരുങ്ങി കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരുങ്ങി. ഇപ്പോൾ സമയം 12:05. അപ്പോൾ ഇപ്പോഴാണ് എല്ലാം ഒരുക്കമൊക്കെ കഴിഞ്ഞത്. ബൈ. ഓക്കെ പപ്പ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിൽ ഇനി പോകുന്ന വഴിക്ക് ട്രോളിൻ്റെ വീട്ടിൽ കയറണം. ട്രോളിനെ നോക്കണം. അപ്പോൾ അത് വരുന്ന വഴിക്ക് കാണിക്കാം. ഞാനെന്നാൽ അങ്ങോട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് ബാക്കി വരുന്നു. എൻ്റെ ബർത്ത്ഡേ ഇന്ന്. സത്യം പറഞ്ഞാൽ ഞാനിപ്പം എനിക്ക് ഇൻസ്റ്റയിൽ ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചേക്കുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്ത് എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോഴത്തേക്കും മുട്ട ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഒരാളൊരു കേക്കും ഒക്കെ ആയിട്ട് വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ എൻ്റെ ഈ വർഷത്തെ 26 വയസ്സ് ആകുന്ന ഈ ബർത്ത്ഡേയുടെ എൻ്റെ ഫസ്റ്റ് കേക്ക് ഫ്രം മുട്ട. തറമക്കാർ വരുന്ന പോലെ അങ്ങനെ നടന്നു വരുന്നുണ്ട്. 3:30 നമ്മളെവിടെയാണ്? മൂവാറ്റുപുഴ. 3:30 ഫുഡ് കഴിച്ചിട്ട് നമ്മളിറങ്ങി വന്നപ്പോൾ കടയുടെ ഫ്രണ്ട് 2 ഭായിമാരിരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കറലി. നമ്മൾ കുറേ നേരം ഇന്നലെ രാത്രി നമ്മൾ കയറിയതാണ്. അല്ല, ഇന്നലെ രാത്രി രാവിലെ അല്ലേ 12 കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഞങ്ങൾ 12 കഴിഞ്ഞ് അൺലിമിറ്റഡ് യാത്രയായിരുന്നു. അടുത്ത സ്റ്റോപ്പ് നേരെ വയനാട് ഉള്ളി. കാരണം നമുക്ക് ചുരം കയറണം. തിരക്കാവുന്നതിന് മുന്നേ നമ്മൾ കോഴിക്കോട് ടൗൺ വിടണം, എന്നിട്ട് ചുരം കയറണം. അതാണ് നമ്മുടെ ലക്ഷ്യം. സോ കറക്റ്റ് നമ്മൾ ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തപ്പോൾ നല്ലൊരു ഏരിയ കിട്ടി, നല്ലൊരു ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ കോഫിയൊക്കെ കുടിക്കാൻ നിർത്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് പർച്ചേസിങ് ആണ്. ഇത് ഒരു സ്നിക്കേഴ്സ് ഞാൻ വാങ്ങിച്ചു. നമ്മൾ നല്ല ടയേർഡാണ് ആക്ച്വലി. നമ്മൾ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി തൊട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ഷീണമുണ്ട്. ഇവൻ കിടന്നിട്ട് മാരൊക്കെ ഉറക്കും. ഇവൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങി. ഉറങ്ങാതെ ഇത്ര വന്ന ക്ഷീണമുണ്ടോ നിനക്ക്? ഉറങ്ങാതെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു യാത്ര പോകുമ്പോൾ ഉറങ്ങാൻ പാടില്ല എന്ന്. പക്ഷെ ചില സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ ഉത്കണ്ഠയാവുമ്പം ഉറക്കമൊക്കെ വരും. മുടിയൊക്കെ ഞാൻ കറുപ്പിച്ചു കയറിയപ്പോൾ തൊട്ട് ഉറങ്ങാൻ തുടങ്ങിയത് ഇവനെ പോലുള്ളവരെ. ഒരു മനുഷ്യന്റെ ഒരു എന്താണ് ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഉറക്കം. അത് ഉച്ചയ്ക്ക് ഇവൻ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് താളോട് അടിച്ചു. അത് പോട്ടെ, ഒരു ട്രിപ്പിന് പോകുമ്പോൾ ഇവനെപ്പോൾ ഉള്ള ഒരുത്തവന്മാരെ കൊണ്ടുവരുത് നിങ്ങൾ.
അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പം ബൈ. ഗൈസ് അപ്പോൾ നമ്മള് നേരെ ചുരം കയറി ഇവിടെ വന്നു. നോക്ക് വ്യൂ, ഏതാ വ്യൂ? ഓൺ വോയിസ് അല്ലേ, വ്ളോഗാ ഇത്? നമ്മുടെ വ്ളോഗിലെ പുതിയ ഗൈഡാണ്. അതാണ് നോളജ്. ഗൈഡ് ഇങ്ങോട്ട് നോക്കി, ഇവിടെ ക്യാമറ. അയ്യോ അത് ബൈക്കോടെ പോയി. അതാണ് നോളജ് സിറ്റി. നോളജ് അങ്ങനെ പേര് വരാൻ കാര്യം എന്താണ്? എനിക്കറിയില്ല കേട്ടോ. എന്താ അവസ്ഥ? ചത്തുവും. ഇതാണ് നമ്മുടെ മറ്റൊരു ഇദ്ദേഹം ഇവിടുത്തെ സ്ഥിര ആളാണ്. വീഡിയോ വ്ളോഗാ. നമ്മൾ ഇന്നലെയാണ് ഇവിടെ വന്നത്. ഇന്നലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് സെക്കൻഡ് ഡേ നമ്മൾ ഒരു സഹസുഹൃത്തിനോട് ഇത്ര മര്യാദകരമില്ലാത്ത രീതിയിൽ എൻ്റെ മൈക്കെല്ലാം മേടിച്ച് ഇത് ഫുള്ള് കഫൈൻ അതും കണ്ടു കഴിഞ്ഞിട്ട് എന്നെ മനസ്സിലാവുന്നില്ല എന്റെ ഒരു ഇമ്പാക്ട്. എടാ കോഫി ചുമ്മാ മറ്റേ അവിടെ ഇരുന്ന് വെച്ചാൽ ഇവിടത്തെ കോഫി ഇല്ലേ മറ്റേ ഇതിവിടെ ഇൻസ്റ്റന്റ് കോഫി അല്ലല്ലോ, ഇവിടത്തെ കോഫി അല്ലേ. ഇവിടത്തെ കോഫി നേരെ 2 ടേബിൾ സ്പൂൺ 2 ഗ്ലാസ്സിൽ വിത്തൗട്ട് ഷുഗർ. നമ്മള് ചായ, അതിന് പാണ്ടയുടെ ചായ കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവന് ഈ ചായ എങ്ങനെ കുടിക്കുമെന്ന് നിങ്ങൾ കാണണം. ഇത് ഇങ്ങനെ എടുക്കുക. എന്താ ചായ തന്നെ എന്റെ അമ്മ എന്തൊരു കയ്പ്. ഒരു സിപ്പ് എടുത്ത് കൊടുത്തോ, ഒരു സിപ്പ് നീ. ഗുഡ് മോർണിംഗ്. കുടിക്കൂല. 4 മണിക്ക് ട്രക്കിങ്ങിന് പോകണം. അക്കിന്നെ എടുത്തോ. സൺറൈസ് ഉണ്ടോ? ഇതാണ് സ്ട്രോങ് കോഫി. തല കാണിക്കണം കാവടി. ഫോണിൽ ഒരു വീഡിയോ കാണിച്ചത്. ഒരു സാമ്പിൾ അടിയടി. ചായ വലിയ കണ്ടുപിടിക്കണം. അതാ മലയാളി തനിമ. അതെ. ശുചിത്വ കുടിച്ചു കഴിഞ്ഞാൽ മാത്യുവിടെ അതൊന്നുമില്ല. മാത്യുവിടെ മോനാണെങ്കിൽ കുടിക്കും. അത് തന്നെ പുള്ളി പറയാം, അബദ്ധമായി പോയെന്ന് പറയും. ഇല്ല, അത് ഒരു ഒറ്റ സിപ്പ് നോക്ക്. ഒരു സിപ്പ് ഒന്ന് ട്രൈ 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 ഒറ്റ സിപ്പ് ട്രൈ ചെയ്. അടിച്ചോ, അല്ല കുടിച്ചോ. അയ്യോ എക്സ്പ്രഷൻ ഒന്നും വരില്ലല്ലോ. സ്പീഡ് 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 സ്പീഡ്. സോയത്തിന് പവറാ. എല്ലാവരും ഡ്രഗ്സ് ഒക്കെ അടിച്ചിട്ട് എന്താ എടുക്കുന്നു, ഞങ്ങൾ കോഫി. യാ നമ്മളെ ഒരു ഗ്യാങ് ആയിട്ടുള്ള നല്ല മോശമൊന്നും ഇല്ലാത്ത വ്ളോഗുകൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ തോമ ഡെയിലി വ്ളോഗ് ഇടുന്നുണ്ട്. ഇത് ഇന്നിട്ടിട്ട് 4ാമത്തെ ദിവസം. ഇനി തൊട്ട് റിനുവിനെ പോലത്തെ കുട്ടികൾ ഒക്കെ കാണാൻ പറ്റുന്ന വ്ളോഗ്സ് ആയിരിക്കും നമ്മൾ. ഇതാണ് കേട്ടോ ഇതിന്റെ മുതലാളി. ഒരു ഹായ് ഒക്കെ കാണിച്ചേക്ക്. ഹായ് ഒക്കെ അടിക്കുമ്പോൾ മറ്റുണ്ടല്ലോ ഒരങ്ങമതിരടുവേ. ഇതാണ് ഇവിടുത്തെ എല്ലാം. ഞാൻ രാവിലെ ഇവിടുത്തെ മെയിൻ ആണെന്നാ പറയണേ. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് ഉണ്ടാക്കണത് അതൊന്നും എനിക്കറിയാം. ഇത് വെളുപ്പാണോ? അല്ല പെട്ടെന്നടി. വെൽഡൺ ബ്രോ, വെൽഡൺ ബ്രോ. അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന അടുത്ത ചിക്കൻ്റെ പീസാണ്. ഇതപ്പോ രാത്രി കഴിക്കാൻ എന്നെ പരിപാടി. തണുപ്പുണ്ടോ ബ്രോ? തണുപ്പുണ്ടോ? ഇല്ല, ഞാൻ വയനാട് വന്നതിന്റെ ഒരു സെറ്റപ്പിൽ ഹൂഡിയൊക്കെ ഇട്ട്. അല്ലെങ്കിൽ ഒരു ഓർക്കൂല നമ്മുടെ അവിടെ മറ്റേ മരം ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് പെയ്യുന്നത്. കോടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അടിക്കാം. ഇതാണ് നമ്മളെ സ്റ്റേ ചെയ്തത്, നമ്മളെ സ്ഥലം. എനിക്കിത് ഇന്നലെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഫോണിനകത്ത് സ്പേസ് ഇല്ലായിരുന്നു, കോപ്പിലെ ഫോൺ. അപ്പോൾ എത്ര സ്പേസ് ക്ലിയർ ചെയ്താലും പിന്നെ ഇതായിട്ടിരിക്കും. റൂമിലായിരുന്നു ഇന്നലെ നമ്മുടെ DJ കാണുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോഴും എൻ്റെ ലാപ്പും എൻ്റെ DJ പാടും എല്ലാം ഓണായിട്ട് കിടപ്പുണ്ട്. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ നിന്നും ഈ റിസോർട്ടിൽ നിന്നും നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ പോവാണ്. അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മൾ ഇതിനകത്താണ് താമസിച്ചിരുന്നത്.
പിന്നെ ഇവിടെ ആയിരുന്നു നമ്മുടെ നേരത്തെ സ്വിമ്മിംഗ് പൂള്, താഴെയായിരുന്നു നമ്മുടെ പാട്ട് പരിപാടികൾ, അവിടെ ഗ്രില്ലിങ്, പിന്നെ അതിൻ്റെ അകത്തായിരുന്നു ബീച്ച്. പൊളിയാണ് ഗൈസ്. നിങ്ങൾ വരിക, ഒരു ദിവസം മസ്റ്റായിട്ട് വരിക. കിണ്ണ സാധനം ഗൈസ്. ഇവിടെ നിങ്ങൾ 17 പേരും 18 പേർക്കും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ടിലും എന്താ പറയുക നിങ്ങൾക്ക് അതനുസരിച്ച് കിട്ടാം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. 10% ഡിസ്കൗണ്ട് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഉണ്ടാവും. ഇത് നിൻ്റെ മേക്കപ്പിൽ ഇന്ന് ഇവന് 500 രൂപയുടെ കളക്ഷൻ കിട്ടണം. നമ്മൾ നേരെ ഇവിടെ ഇറക്കി ഇടുക ടൗണിൽ. അയ്യോ വന്നില്ല. ഇത് വെള്ളമല്ലേ, ഇതെങ്ങനെ ചോപ്പാണ്? അതാ ഇത് അവളെ ചള്ളക്കടിക്കുന്നുണ്ട്. വന്നിട്ടുണ്ട്. അതങ്ങനെ പിന്നെ അതിനൊക്കെ എല്ലാം അനങ്ങരുത്. അവരൊക്കെ ഓരോന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങള് രണ്ടുപേരെ ഏതാ സുന്ദരി? ആ തട്ടം നിന്ന് ഞാൻ ഇട്ട് നോക്കട്ടെ. തട്ടം ഇട്ടോ ഇടിച്ചു. ഈ കണ്ണാടി ഒക്കെ വെക്കത്തില്ല സൈഡിൽ കൂടി. നമ്മുടെ വണ്ടി എന്തായാലും മാറ്റം. മേക്കപ്പ് തിരിച്ചു പോകാൻ കാശില്ല. ഞാൻ ടൗണിൽ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. നമ്മൾ അടുത്ത് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ റിസോർട്ടിലെത്തി. എന്തിനാ പണങ്ങിയേ? ഒരു സ്റ്റോറിയിലൊക്കെയാണ് നമ്മുടെ ഇന്ന് മൊത്തം നിന്റെ സ്റ്റോറിയാ. ഞാനും റിനുമോളും ഞങ്ങൾ ഷട്ടിൽ കളിക്കാൻ പോണേ. നമ്മളിവിടെ വന്നിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ള പരാതിയുണ്ട്. നമ്മൾ ഷട്ടിൽ കളി ഇവിടുത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. ഉജ്ജ്വലമായ ഷട്ടിൽ ടൂർണമെൻ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പഴങ്കഞ്ഞി ഷോട്ട്. അസാധുവിലേക്ക് നീങ്ങിയിരിക്കുന്ന ആ ബോളും ഫോർക്ക് മറ്റേതല്ലേ? അയ്യോ ഇങ്ങോട്ട് നോക്കിയത്. അമ്പറിന്റെ തീരുമാനം അന്തിമമായിരിക്കും. കളിക്ക് ശേഷം ഇത് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ഒരു ചലഞ്ച് മത്സരമാണ്. ഗബ്രു ഇപ്പൊ പറയാം എന്താണ് ചലഞ്ച് എന്ന്. അതെ, ഞാൻ നിങ്ങളെ വട്ടത്തിൽ നിർത്തിയിട്ട് ക്യാച്ച് അടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്യാച്ച് അടിക്കും. ലാസ്റ്റ് മാൻ സ്റ്റാൻഡ്സിന് 500 രൂപ തട്ടലുള്ളൂ. പറവയും ഞാനും ഇവിടെ വിധികർത്താക്കളായി ഞങ്ങളുണ്ട്. ഹായ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ മത്സരം വളരെ വാശിയേറിയ. ഇതിന്റെ പ്രൈസ് പൂൾ എന്താ? ഇല്ല, ഞാൻ വ്ലോഗാ. പ്രൈസ് പൂൾ അത് അവളെടുത്തോളൂ. അത് അവന്റെ പാണ്ടയുടെ 500 റുപ്പീസ് ആണ് പ്രൈസ്. ഇങ്ങനെ ലോ ആയിട്ട് നിൽക്കണം, എന്നിട്ട് ലാസ്റ്റ് നിൽക്കണവൻ 500 രൂപ. ഓരോ ക്യാച്ച് ഡ്രോപ്പ് ആയാൽ പുറത്താവും. ലാസ്റ്റ് നിൽക്കുന്ന 500 രൂപ. എങ്ങോട്ട് വേണം കേട്ടോ. റോൾ ഔട്ടായിരിക്കുന്നു. അവൻ പോയിരിക്കുന്നു, മുട്ട പോയിരിക്കുന്നു. അവിടെ ആളില്ല 500 റുപ്പീസിന്റെ അശേറിയ മത്സരമാക്കി പുറത്തായിരിക്കുന്നു. അതാ ഇനി രണ്ടുപേര് 150 പകുതി 500 രൂപ ഗൂഗിൾ പേ തരാം. ഗബ്രോ റിവീൽ ആരാ? ഗബ്രോ ആരാ ജയിച്ചെന്ന് പറ. ജയിച്ചത് ഫസ്റ്റ് റൗണ്ട് ജയിച്ച ക്രൈസി പാണ്ഡെയാണ്. കൈവക്ക്. സ്കാനർ കാണിക്കും. ഇന്നത്തെ ഈ മത്സരത്തിൽ ഇപ്പോൾ വാശിയേറിയ ഈ മത്സരം നടന്നത് ജയിച്ചിരിക്കുന്നത് ആരാണ്? നമ്മുടെ അക്കിയാണ്. ക്യാഷ് പ്രൈസ് കൂടെ കൊടുക്കുക. 500 രൂപ ഡിജിറ്റൽ മണിയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്.
വിധികർത്താക്കളായ എന്നെയും മത്സരാർത്ഥികളെ പോലും അറിയില്ല ഇത്ര അല്ലല്ല ഞങ്ങൾ കറക്റ്റ് റിസൾട്ടാ പറഞ്ഞത്. ചെറിയ ചെറിയ തെറ്റ് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അത് വലിയ വിഷയമല്ല. പറയുത്തി പൊങ്ങി കിടക്കുന്നുണ്ടോ? സിനിമയിലെ പേരാണ് പാട്ടാണ് ഷോളി പിടിക്കല്ലേ? ഷോളി ലജ്ജാവതി ആ കുട്ടി ഒപ്പോ പാട്ടാണ് ഞാൻ വിളിച്ചോണ്ട് ഓക്കെ കരിമണിക്കുരുവെ കണ്ടില്ല ലാലി ലാലി രാമായണ കാറ്റേ അവൻ മൂന്നെണ്ണോ ഉള്ളോ? അവൻ രക്ഷപ്പെട്ടു നീ അക്ഷരം പറഞ്ഞു മയിലാണ് ശരി ഒന്നുകൂടെ കൺട്രിയാണ്. മണ്ടുണ്ട് അപ്പൊ കറക്റ്റ് വീരുന്ന ആംഗിൾ കിട്ടും. നീ കിട്ടോ നീ കൈ പിടിച്ചടിക്കോ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ കെ കസാഖിസ്ഥാൻ എം മഗ്നീഷ്യോ ആനിമലാണ് മുട്ടക്ക്. സ്റ്റാർട്ട് ചെയ്യാം സീരിയസ് ആയിട്ട് നെറ്റ്ഫ്ലിക്സ് ഹോട്ട്സ്റ്റാർ ആമസോൺ പ്രൈം സിമ്പിൾ ആയിട്ട് കിളികളുടെ പെട്ടെന്ന് ആലോചിക്കാൻ വേണ്ടി ചിന്തിക്കാൻ പിടിച്ചോ നീ ആദ്യം പിടിക്കണ്ട സ്റ്റാർട്ട് ചെയ്യട്ടെ എം ഞാൻ പറയാം സ്റ്റാർട്ട് ചെയ്യാം സി സ്കില്ലോളി അവന്റെ റിഫ്ലക്സ് ചത്ത സിനിമാടന്മാരാണ്. കഴിഞ്ഞോ ജാ ഞാൻ നടിമാരുടെ പേര് പറയാൻ പോകും. ഓക്കെ നടിമാരാണ്. റെഡി ഷാ ലാസ്റ്റ് ജയിക്കണവന് മന്തി വാങ്ങാനുള്ള പൈസ പിന്നെ 500 രൂപ കിട്ടിയില്ല പിന്നീട് മന്തി വാങ്ങാനുള്ള പൈസ 1 2 3 ബോയ് നമുക്ക് ഈ വീഡിയോ റിലീസ് ചെയ്യാം. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 അവിടെ നിന്ന് പോകട്ടെ. ഞങ്ങള് ഏതോ ഒരു പാട്ട് ഡാൻസ് കളിക്കാൻ പോവാണ്. എതിരാന്ന് പറഞ്ഞോളൂ. പക്ഷെ ചുമ്മാ എന്തിനാന്നറിയില്ല റീലിന് ഞാനില്ല. നല്ല ഡാൻസാ. ഡാൻസ് സക്സസ് ആയാൽ നമ്മളിത് എൻജോയ് ചെയ്യും. അപ്പൊ നമ്മള് ലൈവ് മ്യൂസിക്കൽ ഇട്ട് കൊടുക്കാം. മുട്ട കൊട്ടണേ. ഓക്കെ ആ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ഇംഗ്ലീഷ് മലയാളത്തിലാണോ? നമുക്ക് പറ്റുന്ന പോലെ താങ്കൾ ലോ ബഡ്ജറ്റ് ആണെങ്കിലും സോ നമ്മള്
സൺസെറ്റ് കാണാനെന്ന് പറഞ്ഞ് വന്നതാണ് ഇങ്ങോട്ട്, പക്ഷേ സൺസെറ്റ് കാണുന്നില്ല. നമുക്ക് ഇവിടെ ഈ പ്രവാസിയായിട്ടുള്ള ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ കർഷക കൊളുന്തോളുന്ന സ്ത്രീയാ. അതെ. അപ്പോൾ ഡെയിലി എത്ര കൃഷി ചെയ്യാറുണ്ട്? എത്ര കൊടുന്നുള്ള എങ്ങനെയാണ് ഇവിടുത്തെ ഒരു വരുമാനം, ഇവിടുത്തെ ജീവിത രീതികൾ? ഒരു വരുമാന രീതി എന്ന് പറയുന്നത് ഇതുപോലെ യാതൊരു പണിയുമില്ലാത്ത ചിലവ്. രാവിലെ തന്നെ ക്യാമറയും തൂക്കിയാണ്. അതെ, തീർച്ചയായും അങ്ങനെയുള്ള ഒരു എന്നിട്ട് അതെ 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 ഓരോരോ അതെ അതെ രാവിലെ തന്നെ അതെ അവരിങ്ങനെ നമ്മൾ ഇത്ര പണിയെടുക്കത്തുമില്ല, പ്രായമില്ല കക്കൂസും കരി ജീവിച്ചു പോലെ അല്ലേ? മൈക്കും കൊണ്ട് ഇറങ്ങി നീലക്കുയില് നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടിട്ടാ ഇവള്. അടുത്ത റീല് നോക്കുക നമ്മളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി. എന്ത് കഴിവല്ലേ ബ്രൂവിന്? വേറെ കളിയുണ്ട്. രാത്രി ആറായപ്പോ ഇവിടെ റീൽ ഷൂട്ടിംഗ് ആണ്, കാണത്ത പോലുമല്ല. റാംപോക്കാന്ന് പറഞ്ഞ എന്തോ റാംപോക്കാന്ന് പറഞ്ഞ എന്തോ അവരാതെ അവിടെ കാണിച്ചു. സോ ഗൈസ്, ഇന്നത്തെ പരിപാടികൾ ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇനി റൂമിൽ ചെന്നിട്ട് ഇവരെന്തോ സർപ്രൈസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എപ്പോഴും ഇത് എന്താണ് ലൈവാണ് എന്താണ് വ്ലോഗ്. ഓ, അപ്പൊ എപ്പോഴെങ്കിലും കാണുമല്ലോ. എന്നാ ഇങ്ങനെ എപ്പോഴും കണ്ടോണ്ടിരുന്നോളൂ, പണിയൊന്നും ഇല്ലല്ലോ വേറെ. ഞാനല്ല കേട്ടോ, ഇവളാണ് പറഞ്ഞേ പറവ. அண்ணே லோட்ஜ் வேணுமா? லோட்ஜ் கூணு இருக்கா? கூணு இல்ல அண்ணே, செம்ம ரூம் இருக்கு. எவ்வளோண்ணா ரேட்டு? 500 ரூபா. சரக்கு கிடைக்குமா? பாத்ரூமும் இருக்குல்ல. சரக்கு கிடைக்குமா? ரன்னிங் வாட்டர் சரக்கு கொஞ்சம் கிடைக்கும். பொண்ணு கிடைக்குமா? பொண்ணு கிடைக்காது. உன்ன கிடைக்குமா? இல்ல அண்ணே. പിന്നെ കടിക്കുവാ இல்ல. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ സ്റ്റാഫാ, സോറി, ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നേക്കാണ്. ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇതൊക്കെ. പമ്പി ചെന്ന അതിന്റെ കൂടെ ഇവിടെ വന്ന ഇവിടത്തെ എല്ലാത്തിന്റെ കൂടെ സെറ്റാണ്. ഒരു കോഫി എന്താ വേണ്ടേ? കോഫി പാല് ഇട്ടത് വേണോ പാലില്ലാത്ത വേണോ? രണ്ടും കഴിക്കട്ടെ. കടഞ്ഞ പാല് വേണോ കറക്കിയ പാല് വേണോ? നിറച്ചു തരാം. തേയിലയ്ക്ക് പകരം ആട്ടുംകാട്ട് ഇട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്യും. സ്നാക്സിന്റെ ഏരിയാസ് ഇതാണ്. ഇത് കായ, മറ്റേ ഉന്നക്കായ എടുക്ക്. അവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അക്കിബ്രോ അക്കി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടാ. കളിക്കുന്നതിന്റെ ഇടയ്ക്ക് മുഖം കണ്ട് കള്ളത്തരം പിടിക്കായിരിക്കും. രാജാവ് കണ്ണിന് ഇടുന്ന വേറെ നമ്പറാ. കണ്ണ് കാണാൻ വേറെ എന്തൊക്കെ ഇടുന്നത്? ഏത് മുസ്ലിം കുടുംബത്തിലെ താത്ത? 5 ഒരു ലയർ വിളിയാടാ. ഇങ്ങനെ സേഫ് ഗെയിം പ്ലേ കളിക്കല്ലേ മോനെ, ഒരു ലയർ കളിക്കേ. നിന്റെ പാട്ടൊക്കെ സീരിയസ്ലി ഇല്ല. നമുക്ക് നമ്മളെ പറ്റി ഓണറിനോട് റിവ്യൂ ചെയ്യാം. ഓണർ പറ. 2 ദിവസം ഞങ്ങൾ എന്നെ ഷീറ്റ് കളി പഠിപ്പിച്ച 2 ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന എന്റെ എക്സ്പീരിയൻസ് പറ. അടിപൊളി, നൈസ്. ഇനി ഞങ്ങളെ വെൽക്കം ചെയ്യുമോ? പിന്നല്ല, സംഭവം എന്താ പറയാ, രണ്ട് വാക്കില് ഒതുക്കാൻ പറ്റുന്ന സാധനമല്ല, പക്ഷെ പറയാൻ കഴിയില്ല. സത്യം എല്ലാം തുറന്നു പറയാലോ. ഓരോരുത്തരും ഓരോരോ വൈബ്, ഓരോരോ വ്യത്യസ്ത ക്യാരക്ടേഴ്സ്. സോ ഓക്കെ,
അടിപൊളി. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം എന്തായാലും ഒരു പ്രാവശ്യം കൂടി എന്തായാലും ഞാൻ ഇൻഷാല്ലാ എന്തായാലും എല്ലാരും ഞാൻ ഒരു പ്രാവശ്യം കൂടി വിളിക്കും. തീർച്ചയായും ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇവിടുത്തെ സ്റ്റേ ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണ്. നമ്മൾ 2 ദിവസം ഇവരുടെ പ്രോപ്പർട്ടിയിൽ 2 പ്രോപ്പർട്ടിയിൽ ആദ്യം ഫസ്റ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫ്രീഡം ആൻഡ് ഇവര് നമ്മളെ കണ്ടിരിക്കുന്ന ആ രീതി. ലൈക്ക് നോർമലി ഒരു എന്താ പറയാ ഒരു നമുക്ക് വേറൊരു സ്ഥലത്ത് വന്ന് ഫീൽ ഇല്ലായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഏതോ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്ഥലത്ത് വീട്ടിലൊക്കെ ചെന്ന ഒരു ഫീൽ ആയിരുന്നു ഇവിടെ കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ബുക്കിംഗ് എടുത്ത സ്പെഷ്യാലിറ്റി 24 hours പൂൾ ആക്സസ്, DJ ഹാളും, അതൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ. അപ്പോൾ ഗൈസ് ആരെങ്കിലുമൊക്കെ വരുന്നവർ ഇനി കോൺടാക്ട് ചെയ്യുക. നമുക്കാണല്ലോ മെസ്സേജ് അയച്ചാൽ മതി, ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് തരാം. നമ്മുടെ വ്ളോഗും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ ഇടുന്നത് ഇവൻ്റെയൊക്കെ ഇൻസ്റ്റയിലുള്ള വീഡിയോസും ഒക്കെ കണ്ടുവരുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. സോ ആരും മറക്കണ്ട, കിഡിലെ സ്പോട്ട് വന്നിരിക്കണം. ഇപ്പോൾ ഒരു സമയം 12:17. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾക്കൊരു ഗീവ് അവേ എന്ന് പറഞ്ഞിട്ട് ട്രോളിനെ വിളിക്കുന്നത്. എന്തായാലും ഒരു അരമണിക്കൂർ കഴിയാതെ അവൻ്റെ ടേക്ക് ശരിയാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് പറ്റും. ഞാൻ പറഞ്ഞിട്ട്